ചില ക്രൂരതകൾ ചില പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം പ്രവൃത്തികൾ ഉള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് അതുമായി ബന്ധപ്പെട്ട ചില ദുശ്ചിന്തകൾ കടന്നുകൂടുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ മറിച്ചാണെങ്കിൽ അത് വേറൊരു തരത്തിലുമായിരിക്കും. വല്ലാതെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ പറയാൻ വന്നത് ഒരു വാർത്ത കണ്ടു. അതായത് ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ഒരു പേര് പറയാൻ പത്രങ്ങൾ ആഗ്രഹിക്കാത്ത സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൻ്റെ മാനേജരും അക്കൗണ്ടൻറ്റും ചേർന്ന് അവിടെ കാശ് നിക്ഷേപിച്ച ഒരു വൃദ്ധനായ മനുഷ്യനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്നു. അതിൻ്റെ വാർത്തകൾ ഇങ്ങനെ തുടർച്ചയായി വരുമ്പോൾ ഇന്ന് കണ്ട ഒരു ബോക്സ് ന്യൂസാണ്. ഈ മാനേജർ വേറെ പലിശയ്ക്ക് കൊടുക്കുമായിരുന്നത്രേ. എന്നുവെച്ചാൽ ഈ പറയുന്ന ആളിനെ കൊന്നു കിട്ടിയ പണവും അതോടൊപ്പം ഈ പലിശ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ അല്ലാതെ വ്യക്തിപരമായി പലിശയ്ക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നത്രേ ഈ മാനേജർ. നമ്മൾ ഈ പലിശ എന്നൊക്കെ പ്ലെയിനായി അങ്ങ് പറയുമ്പോൾ അത് ലാഭമല്ലേ, അത് നിക്ഷേപമല്ലേ, അതെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇതങ്ങോട്ട് വല്ലാതെ മനസ്സിലേക്ക് അഡിക്റ്റായി വന്നാൽ ഇതൊരു തരം വർദ്ധിപ്പിക്കാനുള്ള ഭ്രാന്തായി മാറും. അങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള ഭ്രാന്തായി മാറുമ്പോഴാണ് ഇതിന് ഏത് അവസരങ്ങൾ കിട്ടിയാലും തിരയുന്നത്, തപ്പുന്നത്. അവിടെ പിന്നെ മുൻപിൻ ചിന്തകളൊന്നും ഉണ്ടാവില്ല. എനിക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, മേൽവിലാസമുണ്ട്, ബന്ധുക്കളുണ്ട്, തൊഴിലുണ്ട്, ജീവിതമുണ്ട്, ഇതൊന്നും ചിന്തിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ചില പലിശക്കാരെ പറയുമ്പോൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു വിഷയത്തിൽ ആരോടും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇപ്പോൾ പണയം വെക്കാൻ കൊണ്ടുചെല്ലുന്ന ആൾ അവരോട് എന്തിനാണ് പണയം വെക്കുന്നതെന്ന് പോലും ചോദിക്കില്ല. കാരണം എന്താണെന്നറിയോ? ചിലപ്പോൾ അവർ പറഞ്ഞെങ്കിലോ, എൻ്റെ ഭർത്താവ് ഇന്നലെ രാത്രി നെഞ്ചുവേദന വന്ന ആശുപത്രിയിൽ കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ ആ വാർത്ത അവരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹൃദയവികാരം ഉണ്ടാക്കുമോ എന്ന് ഭയന്ന് ആ ചോദ്യം പോലും ചോദിക്കാതെയാണ് ഈ വ്യക്തിപരമായി വീട്ടുപലിശകളിൽ വെക്കുന്ന ആളുകൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇതും. എന്നാൽ ആളുകൾക്ക് എന്തെങ്കിലും നൽകുന്നവർ നൽകാൻ വേണ്ടി ഇങ്ങനെ ആരെങ്കിലും കൊന്നു കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഈ നൽകാൻ വേണ്ടിയിട്ടാണ് നഷ്ടം വരുത്തുന്നു എന്ന് പറയുന്ന ആധുനിക ചിന്ത പ്രകാരം എന്തെങ്കിലും മാനസിക വ്യതിയാനം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക നില തെറ്റേണ്ടത്. പക്ഷെ നൽകുന്നവരിൽ അങ്ങനെ നൽകിയതുകൊണ്ട് മാനസിക നില തെറ്റാറില്ല. പക്ഷെ നേടുന്നവരിൽ ഒരുപാട് പേർക്ക് ഇതുപോലെ മാനസിക നില തെറ്റി ഭ്രാന്താവാറുണ്ട്. വല്ലാതെ സമ്പാദിച്ച് ഓടി തളർന്ന് വീണ് മരിക്കുന്ന നമ്മുടെ ടോൾസ്റ്റോയി കഥയിലെ കഥാപാത്രം പോലെ വല്ലാതെ തകർന്നു പോകുന്ന മനുഷ്യർ. എനിക്ക് ഈ സ്ത്രീയുടെ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് അതാണ്. പലിശയ്ക്ക് കൊടുക്കുമായിരുന്ന, പലിശ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, അത് കൊടുക്കാൻ വേണ്ടി കാശ് കാണുന്ന തത്രപ്പാടിൽ സ്വന്തം സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത വൃദ്ധനായ മനുഷ്യനെ തപ്പിക്കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കുക. കഷ്ടം.